നമുക്ക് 7-ാം നൂറ്റാണ്ടിലേക്ക് ഒന്ന് പോയി നോക്കാം. അതിവേഗം വളർന്ന് പന്തലിക്കുന്ന ഒരു സാമ്രാജ്യം, കൂടെ തന്നെ സമ്പത്തും പിന്നെ അതിന്റെ പ്രലോഭനങ്ങളും. ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് തങ്ങളുടെ തത്വങ്ങളിൽ പാറ പോലെ ഉറച്ചുനിന്ന് രണ്ടുപേർ കടന്നുവരുന്നത്. അധികാരവും ഭക്തിയും നേർക്കുനേർ വന്ന ആ നിമിഷം അവർ ശരിക്കും ആ സാമ്രാജ്യത്തിന്റെ തന്നെ മനസ്സാക്ഷിയുടെ ശബ്ദമായി മാറി. നമുക്ക് തുടങ്ങുന്നത് തന്നെ അബൂദർദാന്റെ ഈ ഒരു പ്രാർത്ഥനയോടെ ആവാം. ഒന്ന് ആലോചിച്ചു നോക്കൂ, ചിതറിയ ഹൃദയം. അതായത് പല പല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പതറിപ്പോകുന്ന ഒരു മനസ്സ്. ലൗകികമായ സമ്പത്തും ആത്മീയമായ ശ്രദ്ധയും തമ്മിലുള്ള ആ ഒരു വടംവലിയില്ലേ, അതിന്റെ എല്ലാം കാതൽ ഈ ഒരൊറ്റ വാചകത്തിലുണ്ട്. അപ്പോൾ ഈ ഒരു ആശയമാണ് നമ്മളിന്ന് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് രണ്ടുപേരെക്കുറിച്ചാണ്. ആദ്യകാല ഇസ്ലാമിക ഖിലാഫത്തിന്റെ ഒരു മനസ്സാക്ഷിയായി മാറിയ രണ്ടുപേർ. അവർ ജീവിച്ചത് ഒരേ കാലഘട്ടത്തിലായിരുന്നു. അവരുടെ വഴികൾ ചിലപ്പോൾ വ്യത്യസ്തമായിരുന്നിരിക്കാം, പക്ഷെ ലക്ഷ്യം ഒന്നായിരുന്നു. അപ്പോ ആരാണീ രണ്ടുപേർ? നമുക്ക് പരിചയപ്പെടാം. ഒരാൾ അബൂദർ അൽ ഗിഫാരി, അനീതി എവിടെ കണ്ടാലും ഒരു തീപ്പൊരി പോലെ ശബ്ദമുയർത്തുന്ന ഒരു പോരാളി. ഇനി മറുഭാഗത്തോ അബൂദർദ, വളരെ ശാന്തമായി ആഴത്തിൽ കാര്യങ്ങൾ വിലയിരുത്തുന്ന ഒരു തത്വചിന്തകൻ. കണ്ടില്ലേ, സ്വഭാവം വെച്ചു നോക്കിയാൽ രണ്ടും രണ്ട് ധ്രുവങ്ങളിലാണ്, പക്ഷേ അവരുടെ ലക്ഷ്യം ഒന്നായിരുന്നു. അപ്പോ എങ്ങനെയാണ് അവർ ഭൗതിക നേട്ടങ്ങൾക്ക് മുകളിൽ ആത്മീയത തിരഞ്ഞെടുത്തത്? അവരുടെ ജീവിതത്തിലെ ചില നിർണായകമായ തീരുമാനങ്ങളിലൂടെയാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. എന്തൊക്കെയായിരുന്നു ആ തിരഞ്ഞെടുപ്പുകൾ? നോക്കാം. നമുക്ക് അബൂദർദായിന്റെ കഥയിൽ നിന്ന് തുടങ്ങാം. സ്ഥലം മദീനയിലെ തിരക്കേറിയ ഒരു കച്ചവട കേന്ദ്രം. അവിടെ വളരെ വിജയകരമായി കച്ചവടം നടത്തുന്ന ഒരാളായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതം അടിമുടി മാറ്റിമറിക്കാൻ പോകുന്നൊരു തീരുമാനം തൊട്ടരികിലുണ്ടായിരുന്നു. അദ്ദേഹം ഉപേക്ഷിക്കാൻ തയ്യാറായത് എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം ശരിക്കും ശ്രമിച്ചു നോക്കി, കച്ചവടവും ആരാധനയും ഒരുമിച്ച് കൊണ്ടുപോകാൻ. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായി അത് രണ്ടും കൂടി ഒത്തുപോകുന്നില്ല എന്ന്. അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ കേൾക്കൂ. ആ ഒരു ആന്തരിക സംഘർഷം അതിൽ വ്യക്തമാണ്, അല്ലേ? അവസാനം ഒന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടി മറ്റൊന്ന് ഉപേക്ഷിക്കേണ്ടി വന്നു. അപ്പോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അദ്ദേഹത്തിന്റെ തത്വശാസ്ത്രത്തിന്റെ കാതൽ എന്തായിരുന്നു? യഥാർത്ഥ സമ്പത്തെന്ന് പറയുന്നത് പണമോ കെട്ടിടങ്ങളോ ഒന്നുമല്ല, മറിച്ച് ഈ ലോകത്തിലെ കാര്യങ്ങളിലൊന്നും പെട്ട് ചിതറിപ്പോകാത്തൊരു ഹൃദയമാണ്. ഓർക്കുന്നുണ്ടോ നമ്മൾ ആദ്യം കേട്ട പ്രാർത്ഥന? അതുമായി ഇതിന് നേരിട്ട് ബന്ധമുണ്ട്. അപ്പൊ ഈ രണ്ടു പേരുടെയും, അതായത് അബൂദർദായിന്റെയും അബൂദിറിന്റെയും ജീവിതത്തിന് അടിസ്ഥാനമായ ഒരാശയമുണ്ട്. അതിന് സുഹ്ദ് എന്നാണ് പറയുക. ലളിതമായി പറഞ്ഞാൽ ലൗകിക സുഖങ്ങളൊക്കെ മാറ്റിവെച്ച് ആത്മീയ ജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നൊരു തത്വമാണത്. ശരി, ഇനി നമുക്ക് അബൂദറിലേക്ക് വരാം. അദ്ദേഹത്തിന്റെ കാര്യം തുടക്കം മുതലേ വളരെ വ്യത്യസ്തമായിരുന്നു. ആ വിശ്വാസത്തോടുള്ള ഒരു പ്രതിബദ്ധത, അത് നോക്കൂ. ഇസ്ലാം സ്വീകരിച്ച ആദ്യത്തെ 4-5 പേരിൽ ഒരാളായിരുന്നു അദ്ദേഹം. വെറുതെ വിശ്വസിച്ചിരിക്കുകയല്ല ചെയ്തത്. അന്ന് വിഗ്രഹാരാധനയുടെ കേന്ദ്രമായിരുന്ന കാബയിൽ ചെന്ന് അത് പരസ്യമായി പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞ് നേരെ തന്റെ ഗോത്രത്തിലേക്ക് മടങ്ങി. അവിടെയുള്ള ഭൂരിഭാഗം പേരെയും ഈ പുതിയ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു. ഇതുവരെ നമ്മൾ കണ്ടത് അവരുടെ വ്യക്തിപരമായ ഭക്തിയാണ്, അല്ലേ? എന്നാൽ എങ്ങനെയാണ് ഈ ഭക്തി ഭരണകൂടത്തിന് തന്നെ ഒരു വെല്ലുവിളിയായി മാറിയത്? അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ കഥയിലെ പ്രധാന സംഘർഷം തുടങ്ങുന്നത് ഇവിടെയാണ്. അപ്പോ കഥ സിറിയയിലെ ഡമാസ്കസിലേക്ക് മാറുകയാണ്. അവിടെ അബൂദർദ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഗവർണർ മുആവിയയുടെ ഭരണത്തിൻ കീഴിൽ ആളുകളാകെ ആഡംബരത്തിലും ഈ ഭൗതികതയിലുമൊക്കെ മുഴുകി ജീവിക്കുന്നു. സ്വാഭാവികമായും ഈ കാഴ്ച അദ്ദേഹത്തെ വല്ലാതെ അസ്വസ്ഥനാക്കി. അതുകൊണ്ട് അദ്ദേഹം സിറിയയിലെ ജനങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. വളരെ മൂർച്ചയേറിയ ചോദ്യങ്ങൾ. നിങ്ങൾ താമസിക്കാൻ പോകുന്നില്ലെങ്കിൽ പിന്നെന്തിനാണ് ഇതൊക്കെ കെട്ടിപ്പോക്കുന്നത്? നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതിലും കൂടുതൽ എന്തിനാണ് ശേഖരിച്ചു വെക്കുന്നത്? ഒരിക്കലും നേടാൻ കഴിയില്ലെന്നുറപ്പുള്ള കാര്യങ്ങൾ എന്തിനാണ് വെറുതെ ആഗ്രഹിക്കുന്നത്? ഇതൊക്കെ വെറും ചോദ്യങ്ങളായിരുന്നില്ല. അതവരുടെ ജീവിത രീതിക്ക് നേരെയുള്ള ഒരു കുറ്റപത്രം തന്നെയായിരുന്നു. മുൻപുള്ള ജനതകൾ നശിച്ചുപോയത് ഇതേ അത്യാഗ്രഹം കൊണ്ടാണെന്ന് അദ്ദേഹം അവർക്ക് മുന്നറിയിപ്പും നൽകി. അബൂദർദ ഇങ്ങനെയൊരു പരോക്ഷ വിമർശനമാണ് നടത്തിയതെങ്കിൽ നമ്മുടെ അബൂദർദ് ഒരു പടി കൂടി മുന്നോട്ടു പോയി. അദ്ദേഹം നേരെ മദീനയിൽ ഖിലാഫത്തിന്റെ തലവനായ ഖലീഫ ഉസ്മാനുമായിട്ട് തന്നെ നേരിട്ട് ഏറ്റുമുട്ടി. വിഷയമെന്താണെന്നല്ലേ? പൊതു ഖജാനാവിലെ പണം എങ്ങനെ വിതരണം ചെയ്യുന്നോ എന്നതായിരുന്നു. 5 ലക്ഷം ദിർഹം. ഇതായിരുന്നു പ്രശ്നത്തിന്റെ കേന്ദ്രബിന്ദു. പൊതുഖജനാവിൽ നിന്ന് ഇത്രയും വലിയൊരു തുക
ഖലീഫയുടെ ഒരു ബന്ധുവിന് കൊടുത്തു. സാധാരണക്കാരുടെ പണം ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്നത് കണ്ടപ്പോൾ അബൂദറിന് മിണ്ടാതിരിക്കാൻ പറ്റിയില്ല. അപ്പൊ അബൂദർദ് എന്താണ് ആവശ്യപ്പെട്ടതെന്ന് വ്യക്തമല്ലേ? ഭരണവർഗം ഇങ്ങനെ സമ്പത്ത് കുന്നുകൂട്ടുന്നതിനെ അദ്ദേഹം ചോദ്യം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഈ സമ്പത്ത് എല്ലാവർക്കും തുല്യമായി വീതിച്ചു നൽകണമെന്ന്. ഇതുകൊണ്ടാണ് പലരും അദ്ദേഹത്തെ ചരിത്രത്തിലെ ആദ്യത്തെ സാമൂഹ്യനീതി പോരാളികളിൽ ഒരാളായി കാണുന്നത്. പക്ഷേ അധികാരത്തെ ചോദ്യം ചെയ്യാൻ ധൈര്യം കാണിക്കുമ്പോൾ അതിന് വലിയൊരു വില കൊടുക്കേണ്ടിവരും. ഇവർക്കും കൊടുക്കേണ്ടിവന്നു. അവർ നേരിട്ട പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അബൂദറിനെ നിശബ്ദനാക്കാൻ ഭരണകൂടം ഒരുപാട് ശ്രമിച്ചു. ആദ്യം അദ്ദേഹത്തെ മദീനയിൽ നിന്ന് ഡമാസ്കസിലേക്ക് നാടുകടത്തി. പക്ഷേ അവിടെയും അദ്ദേഹം നിർത്തിയില്ല. സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോ എന്തു ചെയ്തു? തിരിച്ച് മദീനയിലേക്ക് തന്നെ കൊണ്ടുവന്നു. അവസാനം അൽ റബാദ എന്നു പേരുള്ള ആരുമില്ലാത്തൊരു വിജനമായ മരുഭൂമിയിലേക്ക് അദ്ദേഹത്തെ നാടുകടത്തി. ഇതൊരു വെറും യാത്രയായിരുന്നില്ല, അതൊരു പീഡനത്തിന്റെ വഴിയായിരുന്നു. അബൂദറിനെക്കുറിച്ച് പണ്ട് പ്രവാചകൻ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. നീ തനിച്ചു ജീവിക്കും, തനിച്ചു മരിക്കും, തനിച്ച് ഉയിർത്തെഴുന്നേൽക്കും, തനിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന്. എത്ര വേദനാജനകമായൊരു പ്രവചനമാണല്ലേ അത്! വർഷങ്ങൾക്ക് ശേഷം അൽ റബാദയിലെ ആ മരുഭൂമിയിൽ വെച്ച് ആ വാക്കുകൾ ഒരു യാഥാർത്ഥ്യമായി മാറി. അബൂദർദ് നേരിട്ടത് ശാരീരികമായ പീഡനങ്ങളാണെങ്കിൽ അബൂദർദായിനു കൊടുക്കേണ്ടി വന്ന വില മറ്റൊരു തരത്തിലുള്ളതായിരുന്നു. ഒരു വലിയ ത്യാഗം. അധികാരവും സമ്പത്തുമൊക്കെയുള്ള ഉമയ്യദ് ഭരണകൂടത്തിലെ ഒരു പ്രമുഖനിൽ നിന്ന് അദ്ദേഹത്തിന്റെ മകൾക്ക് ഒരു വിവാഹാലോചന വന്നു. പക്ഷേ അദ്ദേഹം അത് നിരസിച്ചു. അവിടെയാണ് അബൂദർദായിന്റെ ആ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം നമ്മൾ കാണുന്നത്. ഒരു വശത്ത് എന്താണുണ്ടായിരുന്നത്? കൊട്ടാരത്തിലെ ജീവിതം, സമ്പത്ത്, ആഡംബരം എല്ലാം. എന്നാൽ മറുവശത്തോ ദരിദ്രനാണെങ്കിലും നല്ല ഭക്തനായൊരു ചെറുപ്പക്കാരൻ. അദ്ദേഹം തെരഞ്ഞെടുത്തത് രണ്ടാമത്തെയാളെയാണ്. കാരണം മകളുടെ ഭൗതിക സുഖങ്ങളെക്കാൾ വലുത് അവളുടെ വിശ്വാസത്തിന്റെ പരിശുദ്ധിയാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. അപ്പോ കാലങ്ങൾക്കിപ്പുറം ചരിത്രം ഇവരെ എങ്ങനെയാണ് ഓർക്കുന്നത്? വിശുദ്ധനായിട്ടാണോ, പണ്ഡിതനായിട്ടാണോ, അതോ ഒരു സോഷ്യലിസ്റ്റായിട്ടാണോ? അവരുടെ ആ പൈതൃകം ഇന്നും എന്തുകൊണ്ട് ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നു? നമുക്കൊന്ന് നോക്കാം. പ്രത്യേകിച്ച് അബൂദറിന്റെ കാര്യം വളരെ സങ്കീർണമാണ്. പലരും അദ്ദേഹത്തെ പല രീതിയിലാണ് കാണുന്നത്. സുന്നി പാരമ്പര്യത്തിൽ അദ്ദേഹത്തെ കാണുന്നത് ലളിത ജീവിതം നയിച്ച സത്യസന്ധനായ ഒരു ഭക്തനായിട്ടാണ്. എന്നാൽ ഷിയ കാഴ്ചപ്പാടിൽ അലിയുടെ ഏറ്റവും വിശ്വസ്തരായ 4 അനുയായികളിൽ ഒരാളാണ് അദ്ദേഹം. ഇനി ആധുനിക സോഷ്യലിസ്റ്റുകളോട് ചോദിച്ചാലോ? അവരു പറയും അദ്ദേഹം ഇസ്ലാമിക സോഷ്യലിസത്തിന്റെ ഒരു മുൻഗാമിയാണെന്ന്, പാവങ്ങൾക്കു വേണ്ടി ശബ്ദിച്ച പോരാളിയാണെന്ന്. കണ്ടില്ലേ, ഒരേ വ്യക്തി, പക്ഷെ എത്ര വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ്. അതേസമയം അബൂദർദായിന്റെ പൈതൃകം കുറച്ചുകൂടി വ്യക്തമാണ്. അദ്ദേഹത്തെ എല്ലാവരും ഓർക്കുന്നത് ജ്ഞാനിയായ ഒരു പണ്ഡിതൻ, ഒരു ന്യായാധിപൻ എന്നതിലൊക്കെ ഉപരി സമൂഹത്തിന്റെ തത്വചിന്തകൻ എന്ന പേരിലാണ്. തന്റെ തത്വങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ജീവിച്ചവരാർ. അപ്പോ 7-ാം നൂറ്റാണ്ടിലെ ഈ കഥയ്ക്ക് നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ എന്തു പ്രസക്തിയാണുള്ളത്? നമുക്ക് ഈയൊരു ചോദ്യത്തോടെ അവസാനിപ്പിക്കാം. ഒരിക്കലും തീരാത്ത ആവശ്യങ്ങളുടെയും സമ്പാദനത്തിന്റെയും ഈ കാലഘട്ടത്തിൽ മതി എന്നൊരു വാക്കുണ്ടല്ലോ, അതിനെന്താണ് വില? എല്ലാം വെട്ടിപ്പിടിക്കാൻ ഓടുന്ന ഈ ലോകത്ത് എവിടെ വെച്ചാണ് നമ്മൾ മതി എന്ന് പറയേണ്ടത്? ഈയൊരു ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരുന്നു.